ഇന്ന് ചാമ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കാൻ പോവാണേ. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ചാമ്പയ്ക്ക ഞാൻ പറിച്ച് 2 ദിവസത്തെ വെയിൽ കൊള്ളിച്ച് ഉപ്പിട്ട് ഉണങ്ങി വെച്ചേക്കുന്നത്. ഉണങ്ങിയല്ല, വാട്ടി വെച്ചേക്കുന്നത്. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ: അല്പം മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, പിന്നെ ഇത് കടുകും ഉലുവായും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചത്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കായം, പിന്നെ ആവശ്യത്തിന് കരിവേപ്പില, പിന്നെ വിനാഗിരിയും വേണേ. വിനാഗിരി എണ്ണ ഒഴിച്ച് ഞാൻ ഈ കായം ഒന്ന് മൂപ്പിച്ച് പൊടിച്ചെടുക്കണം. കായം ഒന്ന് മൂത്ത് കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പക്ഷേ ഞാൻ കായത്തിൻ്റെ കട്ടയാണ് മേടിക്കുന്നത്. കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഇനി ഈ വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത് ഇത് മൂത്തതിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിനകത്തോട്ട് മുളക് പൊടി ഒന്ന് മൂത്തപ്പോൾ കരിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനാണ് കരിവേപ്പില ഇടുന്നത്. ഞാൻ അല്പം കൂടുതൽ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ടാണ് ചാമ്പയ്ക്ക ഞാൻ വാട്ടിയതെന്നത്. അല്പം ഉപ്പൂടെ വേണമല്ലോ. ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ പൊടിച്ച് വെച്ച ഉലുവായും കടുവും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്തു. ഇനി നമുക്ക് ഈ ചാമ്പയ്ക്ക കുടഞ്ഞിട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ടൊന്ന് ഇളക്കി. ഇനി നമുക്ക് ഈ കായം പൊടിച്ചതിനകത്ത് ഇട്ട് കൊടുക്കാം. വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. അതുകൊണ്ട് ഇതിനെ ഒരു കൊച്ചു ബൗളിനകത്ത് എടുത്ത് ആ വിനാഗിരി ഒഴിച്ച് നല്ലൊരു ഉണങ്ങിയ ചാമ്പയ്ക്ക അച്ചാർ നമ്മൾ 2 ദിവസം വെയിലത്തിട്ട് വാട്ടിയിട്ട് ഈ അച്ചാർ വെക്കുവാണെങ്കിൽ എത്ര നാൾ വേണേലും കേടുകൂടാതിരിക്കും. ഇത് 2 ദിവസം ആകുമ്പോൾ ഇതിൻ്റെ വെള്ളം ഇറങ്ങും. ഇതിപ്പം ഉണങ്ങിയ ചാമ്പയ്ക്ക ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. 2 ദിവസം കഴിയുമ്പോഴേ ഈ അച്ചാർ നമുക്ക് ഉപയോഗിക്കാം. ഓക്കേ.